കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇത് തന്നെയല്ലേ ഡോക്ടർ ആ പെൺകുട്ടി? യെസ്, ഇതാ കുട്ടി തന്നെ. ഞാനും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം നാളെ നടത്താനിരുന്നതാ. അതിനിടയിലാവക്ക് ഈ ദുരന്തം. എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണാൻ കഴിയുമോ ഡോക്ടർ? സോറി മിസ്റ്റർ നന്ദഗോപൻ, ആ കുട്ടി വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് ഐ എം വെരി സോറി. ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് ന്യൂസിൽ നിന്ന് അറിഞ്ഞു. എന്തെങ്കിലും ഡീറ്റെയിൽസ്? ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇവിടെ വന്നിരുന്നു. മീഡിയ ഇഷ്യൂ ആക്കിയതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ഈ പെൺകുട്ടിയില്ല. ഈ കുട്ടിയെ അന്വേഷിച്ച് ആരെങ്കിലും വരാൻ കാത്തിരിക്കുക, മീഡിയയും പോലീസും ഒക്കെ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറയൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പോട്ടെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഇല്ല ഡോക്ടർ, എനിക്ക് തെറ്റിയിട്ടില്ല. ആ പെൺകുട്ടി എന്റെ മകൻ നകുലന്റെ ഭാര്യ തന്നെയാ. അതെങ്ങനെ ശരിയാവും? അത് വേറൊരാൾ കല്യാണം കഴിക്കാൻ ഇരുന്ന പെൺകുട്ടിയാ. അയാൾ ഇതേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പേര് നന്ദഗോപൻ, ബാങ്കിലെ മാനേജർ. അയാള് നാളെയാ അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അത് കള്ളമാണ് ഡോക്ടർ. 1.5 വർഷം മുമ്പ് എന്റെ മകൻ താലി കെട്ടിയ പെണ്ണാ കൃഷ്ണ. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ആ പെൺകുട്ടിയുടെയും അയാളുടെയും ഫോട്ടോ അച്ചടിച്ച ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് അയാൾ വന്നത്. തെളിവ് ഞാൻ തന്നാലോ? എന്ത് തെളിവ്? സത്യം മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല, അത് നിഷേധിക്കാനും ആവില്ല. കൃഷ്ണ എന്റെ മകൻ നകുലന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം മറ്റൊരു തെളിവും വേണ്ട ഡോക്ടർ. ദേ നോക്കിക്കേ. ഈ പെൺകുട്ടി തന്നെയല്ലേ ഇവിടെ ഉള്ളത്? അതെ, ഇത് തന്നെയാ പെൺകുട്ടി. പക്ഷേ അയാൾ കാണിച്ചതും ഈ പെൺകുട്ടിയുടെ ചിത്രം തന്നെയാ. അയാൾക്ക് ആള് തെറ്റിയതായിരിക്കും.
കൃഷ്ണ എന്റെ മകൻ നകുലന്റെ ഭാര്യയായിട്ട് 1.5 വർഷം കഴിഞ്ഞു. പിന്നെ എങ്ങനെ അയാൾ നാളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഡോക്ടർക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് വിശ്വാസമായില്ലേ? അപ്പോ അയാൾ കാണിച്ച കല്യാണക്കുറിയുടെ ഫോട്ടോ കൃഷ്ണയായി സ്വാമിയുള്ള മറ്റേതെങ്കിലും പെൺകുട്ടിയായിരിക്കും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ ഡോക്ടർ, എനിക്ക് കൃഷ്ണയെ ഒന്ന് കാണണം. പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ ആ കുട്ടിയെ കാണാൻ ആർക്കും അനുവാദമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ ഈ തെളിവുകളൊക്കെ ഹാജരാക്കിയാൽ മതി. ബാക്കിയൊക്കെ അവര് നോക്കിയോളൂ. ശരി ഡോക്ടർ. ഓക്കെ. ഒരാള് പറയുന്നു നാളെ കല്യാണം കഴിക്കാൻ പോവാ, വേറൊരാള് പറയുന്നു അവരുടെ മോന്റെ ഭാര്യയാണ്. സത്യം ഇതിൽ ഏതായിരിക്കും? ഓ ഓ ഓ ഓ ഓ കരയല്ലേടാ. പോട്ട് 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 പോട്ട്. എന്തിനാ കരയുന്നേ? എവിടെയായിരുന്നു നരേട്ടൻ ഇതുവരെ? കൃഷ്ണയെ കുറിച്ച് ചില വിവരങ്ങൾ അറിഞ്ഞു. എടാ, ആ കുട്ടിക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? നരേട്ടനോട് ഇത് ആര് പറഞ്ഞു? ടിവിയിൽ ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ അജ്ഞാതായ പെൺകുട്ടിനെ ന്യൂസിൽ പറയുന്നുള്ളൂ. ടീച്ചർ അറിഞ്ഞു കാണുമോ നരേട്ട? അറിയില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട് രാധികെ. എന്ത് പ്രശ്നം? അതൊരു കൊലപാതക ശ്രമമാണെന്നുള്ള സംശയത്തിലാ ന്യൂസ് വന്നിരിക്കുന്നത്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ശരിക്കും അത് കൃഷ്ണ തന്നെയാണോ നരേട്ട? അത് കൃഷ്ണ തന്നെയാ. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരം കാണും അപകടം നടന്ന സ്ഥലത്തേക്ക്. വലിയ ആൾപ്പാർപ്പൊന്നുമില്ലാത്ത സ്ഥലവാ. അല്ല, അവിടേക്ക് എന്തിനാ അവള് പോയിരിക്കുക? ആരാ അവളെ കൊല്ലാൻ ശ്രമിച്ചത്? അറിയില്ല. ആളിപ്പോ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പക്ഷേ എന്റെ സംശയം അതല്ല. തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അവളെന്തിനാണ് ആ സ്ഥലത്തേക്ക് പോയത്? കൃഷ്ണയ്ക്കിപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിലേക്കൊന്ന് പോയാലോ? നരേട്ടാ, നമുക്ക് ഇവിടുന്ന് പോയാലോ? ഇപ്പോഴോ? അതെ നരേട്ടാ, ഞാൻ പറയുന്നത് ക്രൂരതയാണ്, എനിക്കതറിയാം. പക്ഷേ എനിക്ക് എന്റെ അമ്മൂനെ നഷ്ടപ്പെടാതിരിക്കാൻ വേറെ വഴിയില്ല. എന്തൊക്കെയാ താനീ പറയുന്നത്? നരേട്ടാ, കുഞ്ഞിപ്പോ നമ്മുടെ കയ്യിലാന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് കൃഷ്ണയ്ക്ക് ബോധം തെളിയാതെ ഇക്കാര്യം മറ്റാരും അറിയില്ല. അതിനു മുൻപ് അമ്മൂനെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ഇടോ, ദുഷ്ടതനാ താനീ പറയുന്നേ. അനാഥയെ പോലെ കൃഷ്ണ അവിടെ കിടക്കുമ്പോ തന്റെ പേരെന്താന്നാ പറഞ്ഞു? നന്ദഗോപൻ സർ. നാളെയാ കല്യാണം അല്ലയോ? അതെ സർ. ഈ കൊച്ചിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ സർ. ദേവിക ടീച്ചർ. എന്നിട്ട് ഈ പെണ്ണ് അപകടത്തിൽപ്പെട്ട വിവരം അവരറിഞ്ഞോ? ഇല്ല സർ, അറിയിച്ചിട്ടില്ല. കൃഷ്ണയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് അറിയിക്കാമെന്ന് കരുതി. അപ്പൊ അങ്ങനെയാ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. എടോ നന്ദഗോപ, കല്യാണത്തിന് മുമ്പേ ഈ കൊച്ചിന് മറ്റു വല്ല ഇടപാടുകളും ഉണ്ടായിരുന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാ വല്ല പ്രേമമോ അങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് തനിക്ക് അറിയാമെന്നോ ഞാൻ ചോദിച്ചേ? ഇല്ല സർ, കൃഷ്ണ വളരെ നല്ല കുട്ടിയാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എടോ, ഇപ്പോഴത്തെ കാലത്ത് ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെ പേരറിയാത്ത ഒരുപാട് ഏടാകുടകളൊക്കെ ഉണ്ടല്ലോ. അതിൽ കൂടെ ചാറ്റ് ചെയ്യാനും ആരും അറിയാത്ത സൊള്ളാനും അവസാനം അവന്മാർക്ക് ചീറ്റ് ചെയ്യാനും വലിയ എളുപ്പമാണ്. നമ്മുടെ പെമ്പിള്ളാരാണെങ്കിലേ എത്ര കൊണ്ടാലും പഠിക്കത്തുമില്ല.
അങ്ങനെ വല്ല ചീറ്റിങ്ങും ആണോടോ ഇത്? അറിയില്ല സർ. പിന്നെ ആരാടോ ആ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചവൻ? സർ, അയാളെ പിടികൂടിയതായിട്ട് ന്യൂസിൽ നിന്ന് അറിഞ്ഞു. ആരാണ് സർ ഇത്? സേതു എന്നോ സേതു മാധവൻ എന്നൊക്കെയോ ആരോ പറയുന്നത് കേട്ടു. അവനോട് ചോദിക്കാന്ന് വെച്ചാൽ അവനൊട്ട് ബോധവുമില്ല. എങ്കിൽ അത് അവൻ തന്നെയായിരിക്കും സർ, സേതു മാധവൻ. ആരാടോ ഇവൻ? തനിക്കറിയാമോ ഈ സേതു മാധവനെ? അറിയാം സർ. വിവാഹത്തിന് മുൻപ് എന്തെങ്കിലും ഒരു ചതി അവൻ ചെയ്യുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. പക്ഷേ കൃഷ്ണയെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സേതു മാധവനും കൃഷ്ണയും തമ്മിൽ എന്താടോ ബന്ധം? ബന്ധമുണ്ട് സർ. കൃഷ്ണയുടെ അമ്മ എടുത്തു വളർത്തിയ മകനാ സേതു. സ്വന്തം മകനെ പോലെയാ ടീച്ചർ അവനെ വളർത്തിയത്. കൃഷ്ണ അവനെ സ്വന്തം സഹോദരനെ പോലെയാ സ്നേഹിച്ചതും വിശ്വസിച്ചതും. പക്ഷേ എന്നിട്ടും അവൻ ചതിച്ചു സർ. ചതിച്ചോ? എന്തിന്? അവന് കൃഷ്ണയോട് സ്നേഹമായിരുന്നു. കൃഷ്ണയെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവനത് കൃഷ്ണയോട് പറയുകയും ചെയ്തു. പക്ഷേ കൃഷ്ണയ്ക്ക് സേതുവിനെ സ്വന്തം സഹോദരനായിട്ടേ കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പ പ്രേമം തന്നെയാണ് വില്ലൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? പോലീസിന്റെ കണക്ക് തെറ്റത്തില്ലടോ. ബാക്കിയുടെ പോരട്ടെ പോരട്ടെ പോരട്ടെ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കരുതെന്ന് സേതു കൃഷ്ണയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കാര്യമാക്കാതെ ഞങ്ങളുടെ വിവാഹത്തിന് കൃഷ്ണ സമ്മതിച്ചത് അവന് ഇഷ്ടപ്പെട്ടില്ല. അന്നു മുതൽ അവന് പകയായി. അതുകൊണ്ടാണ് സർ അവൻ കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചത്. താൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ വേറൊരു പൊരുത്തക്കേടുണ്ടല്ലോ നന്ദഗോപ. ആ പെണ്ണെന്തിനാടോ അവിടുന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നേ? ഈ മറതാമുക്കിൽ വെച്ച് ഇത് സംഭവിക്കാൻ എന്താ കാരണം? എന്റെ ഊഹം ശരിയാണെങ്കിൽ താൻ പറഞ്ഞ ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ഇതുവരെയും കേട്ടതിനപ്പുറമുള്ള ഒരു ഉഗ്രൻ ട്വിസ്റ്റ്. എന്തായാലും താനിപ്പോ പോ. കാര്യങ്ങള് ഞാനൊന്ന് പഠിക്കട്ടെ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി, ചെല്ല്. ശരി സർ. എടാ നന്ദഗോപ, ഒരു മുൻപരിചയം ഇല്ലാത്ത മട്ടില്ല നീ എന്നോട് പെരുമാറിയത്. അപ്പൊ ഞാനും അതേ നമ്പർ അങ്ങോട്ടും പ്രയോഗിച്ചു. നീ പഠിച്ച കള്ളനാണെങ്കിലേ ഞാൻ ആ കള്ളന് കഞ്ഞി വെച്ചിട്ടേ ആ കഞ്ഞിയിൽ പാറ്റയിട്ടവനാ ഈ ബാഹുലയൻ. എടോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് കരുതുന്നു. പക്ഷേ SI ബാഹുലയന്റെ നമ്പറുകൾ കൊണ്ട് നന്ദഗോപനെ മാർക്ക് ചെയ്യാന്ന് വിചാരിക്കണ്ട. എന്റെ കണക്കൂട്ടലുകൾ അതിനും അപ്പുറമാണ്. അരേ കൃഷ്ണ, സർ, ആരാ? എന്തു വേണം? എനിക്ക് SI ഒന്ന് കാണണം. വരൂ വരൂ. വരൂ. സാർ, സാറിനെ കാണാൻ വന്നതാ. നമസ്കാരം. എന്താ കാര്യം? സാർ, ഇവര് ആ പെണ്ണിനെ തിരക്കി വന്നതാ. ഇരിക്കൂ. താങ്ക് യു സർ. സാർ, ആ പെണ്ണ് ഇവരുടെ മകന്റെ ഭാര്യയാണെന്നാ ഇവര് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ആ പെണ്ണ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അല്ല സാർ, കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതാ. എന്റെ മകൻ നകുലന്റെ ഭാര്യയാ സാർ കൃഷ്ണ. എടോ, എന്തുവാടോ ഇത്? സാർ, ഒരുത്തം പറയുന്നു അവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന്, എവര് പറയുന്നു അവരുടെ മരുമോളാണ്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. സാർ, ഇതൊന്ന് നോക്കൂ. എന്താ ഇത്? ആൽബം. അപ്പൊ സാറിന് എല്ലാം മനസ്സിലാവും. ഇതേ നിങ്ങൾക്ക് ആള് തെറ്റിയതാ. നിങ്ങളുടെ മകന്റെ ഭാര്യയുടെ രൂപസാദൃശ്യമുള്ള ഏതോ ഒരു പെണ്ണ്. ഇവൾ ആരുടെയും ഭാര്യയല്ല. അല്ല സാർ,
ഞങ്ങളുടെ കൃഷ്ണ തന്നെ ഇത്. എനിക്കത് ഉറപ്പാ. നേരത്തെ വന്നവൻ ഇത് തന്നെയാ പറഞ്ഞേ, നാളെ അവൻ താലി കെട്ടുന്ന പെണ്ണാണെന്ന്. എന്തായാലും അവക്ക് ബോധം തെളിയട്ടെ, അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ പെണ്ണിനും ബോധം വരുമ്പോ ഞാൻ ഇത് അവളെ കാണിക്കാം. നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്ന് അവള് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. സർ പ്ലീസ്, എനിക്ക് കൃഷ്ണയെ ഒന്ന് കാണണം. സാറൊന്ന് വിളിച്ചു പറഞ്ഞ. അത് നടക്കത്തില്ല. ആ കുട്ടിയെ കാണാൻ ഇപ്പോ ആരെയും അനുവദിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ആ കുട്ടിക്ക് ബോധമില്ല, പിന്നെ മീഡിയ ഇഷ്യൂ ആക്കിയ കേസായിരിക്കും. ആദ്യം ആ കുട്ടിക്ക് ബോധം തെളിയട്ടെ, അത് കഴിഞ്ഞു മതി കാണുന്നതൊക്കെ. ഇപ്പൊ ചെല്ല്. തോമസേ, എന്താ സാർ? ഇവരെ എന്നല്ല ഒറ്റയാളെ പോലും അവളെ കാണാൻ അനുവദിക്കരുത്. സാർ ഇപ്പൊ തന്നെ അവിടെ ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ശരി സാർ. ഹലോ, ആ പെണ്ണിന് ബോധം തെളിഞ്ഞോളൂ? ഓഹോ, അവനാന്നോ? ഞാൻ വരാം. ഒടുവിൽ അവൾ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു മാഡം. ഒരു ആക്സിഡന്റിൽ അവൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. അയ്യോ, അത് പിന്നെ മാഡം. അതെ മാഡം, എനിക്ക് മാഡത്തെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഓക്കെ, മതി മതി മതി. ഇതാകെ പ്രശ്നമാവല്ലോ സാർ. എന്താടോ? അല്ല, ആ പെൺകൊച്ചിനെ തിരക്കി വന്നവരുടെ കാര്യം പറഞ്ഞതാ. രണ്ടുപേരും രണ്ടു തരത്തിൽ പറഞ്ഞ അതെങ്ങനെ ശരിയാവും സാർ? എടോ സാർ, അവര് രണ്ടുപേരും പറയുന്നത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് വേറൊരു സത്യമുണ്ട്. അവന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, ആ സേതുവിന്. താവാ. കൃഷ്ണ 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 സേതു കൃഷ്ണ സേതു സേതുമാധവൻ. ഞാൻ കൊല്ലാനല്ല. സേതു 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 എന്തിനാ അവളെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാൻ ആ പെണ്ണ് സേതുവിന്റെ ആരാ? ആരാ സേതു? കമോൺ. രക്ഷിക്കാൻ. സേതു സേതു ദേവക ടീച്ചറിന്റെ മോളാണോ കൃഷ്ണ? സേതു ചിലപ്പോ ഇങ്ങനെ ഓർമ്മ വരുമെന്നേ ഉള്ളൂ. അയാൾക്ക് വ്യക്തമായി എന്തെങ്കിലും ഓർക്കാനോ പറയാനോ ഇപ്പൊ കഴിയുന്നില്ല. ആള് കാഞ്ഞു പോകോ ഡോക്ടർ? ഏയ്
ഏയ് നെവർ. പക്ഷേ റിക്കവർ ചെയ്യാൻ ഇനിയും സമയമെടുക്കും. ശരി സാർ. അപ്പോഴേ ആ പെണ്ണിന്റെ കാര്യം എന്തുവായി? ബോധം തെളിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. അല്ല, എന്തായി അന്വേഷണം? ഓ, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആകെ ഒരു കൺഫ്യൂഷനല്ല. വൈ, എന്തു പറ്റി? ഈ അപകടത്തിൽപ്പെട്ട പെണ്ണിനെ അന്വേഷിച്ചു വരുന്നവർ പലരാ. ഓരോരുത്തർക്ക് പറയാൻ ഓരോ കാരണങ്ങളുണ്ട്, കയ്യിൽ തെളിവുമുണ്ട്. അയാളും ആ സ്ത്രീയും അന്വേഷിച്ചു വന്നത് കൃഷ്ണയെ തന്നെയാണ്. അതിലാണ് ഒരു ദുരൂഹതയുള്ളത്. ഇതില് ആരായിരിക്കും കൃഷ്ണയുടെ യഥാർത്ഥ ബന്ധു? ഇതിലൊരു കാര്യം ഉറപ്പാ ഡോക്ടർ, അന്വേഷിച്ചു വന്ന 2 പേർക്കും കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പിന്നെ അവരുടെ ലക്ഷ്യങ്ങളും. ഒരു പക്ഷേ മൂന്നാമതൊരു അവകാശി വന്നെന്നും വരാം.